സലീം വ്ളോഗ് എന്നാണ്. ആവോലി ഫിഷ് ബിരിയാണി എത്രയും വേഗത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. കുറച്ച് വലിയ 2 ആവോലി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മസാലയ്ക്ക് ഇട്ട് വെക്കുക. ജീരകശാല അരി, 2 വലിയ ഉള്ളി, 3 തക്കാളി, 5 പച്ചമുളക്, കുറച്ച് മല്ലിയില, പുതിന, ഇതെല്ലാം കൂടി ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് എളുപ്പത്തിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചതും പൊടിക്കാത്തതും തയ്യാറാക്കി വെക്കുക. വലിയ ഉള്ളി അരിഞ്ഞ് മാറ്റി വെച്ചത്, സൺഫ്ലവർ ഓയിൽ, 6 kg നെയ്യ്, പിന്നെ ഉപ്പ് പാകത്തിന്. ഇനി ഈ ചേരുവകളെല്ലാം ചേർത്ത് ഫിഷ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മസാല ഇട്ട് വെച്ച ആവോലി മീനിൻ്റെ കഷ്ണങ്ങൾ ഫ്രൈ പാനിൽ ഇങ്ങനെ നിരത്തി വെക്കുക. ചെറിയ ഫ്ലെയിമിൽ മീൻ ഫ്രൈ ആക്കാൻ വെച്ചതിന് ശേഷം തൊട്ടടുത്ത സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പുറത്ത് മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉടയാത്ത തരത്തിലിങ്ങനെ മറിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പുറത്ത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ച വലിയുള്ളി ആദ്യം ഇട്ടിട്ട് വഴറ്റുക. അപ്പോൾ ഇതുപോലെ ഈ നിറം വന്നു കഴിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ആവോലിയിലും മസാല പുരട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. സ്പൈസസ് ഉള്ളി തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ സ്പൈസസും ചേർത്തിട്ടുണ്ട്. സ്പൈസസ് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിന നമുക്കിതിൽ വെതറിക്കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം, ചെറിയ സിമ്മിലിട്ടിട്ട്. ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള ജീരകശാല അരി പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ എത്ര ആളാണുള്ളത് അതിനനുസരിച്ച് നമ്മൾ അരി എടുത്താൽ മതി. അരി നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിൽ വെക്കണം. അരി പൊടിഞ്ഞു പോകാതിരിക്കാനാണത്. ശേഷം ഒരു ചെമ്പട്ടിയിൽ അരി വേവിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെക്കണം. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇല, ഗ്രാമ്പൂ, ഏലക്കായ്, പട്ട ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അരി വേവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഇപ്പുറത്ത് വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് 6 kg നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം സൈഡിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളെ കയ്യിലുള്ളത് മുന്തിരി മാത്രമാണ്. അണ്ടിപ്പരിപ്പും ഇതിലിടാം. രണ്ടും കൂടി ഫ്രൈ ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് മല്ലിയില, പുതിന നമ്മൾ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് മിക്സായിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോഴേക്ക് അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഊറ്റി മാറ്റി വെക്കാം. എന്നിട്ട് അരി വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന തരത്തിൽ പാത്രം ഒന്ന് ചെരിച്ച് വീണ്ടും ആ പാത്രം സ്റ്റൗവിലേക്ക് വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഈ പാത്രത്തിലേക്ക് മാറ്റണം. ഈ പാത്രത്തിലേക്ക് മസാല ഇട്ടിട്ട് ആ മസാല പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പരത്തണം. ബിരിയാണിക്ക് ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീൻ ഫ്രൈ ചെയ്തപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിലിട്ടിട്ടുണ്ട് ഞാൻ. ബിരിയാണിക്ക് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ ഊറ്റി വെച്ച ചോറ് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ചോറ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം കോരി കൊണ്ട് ചോറൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുക്കണം. കൂട്ടി വെച്ചിട്ടുള്ള മിക്സ്ഡ് ഫ്രൈ അത് നമ്മളിതിൽ വെതറി കൊടുക്കണം. ഇത് മുഴുവനായിട്ടും മുകളിൽ ഇടാനുണ്ടാവും. കാരണം നമ്മൾ
ചോറ് കുറവാണ്, ഒരു ലെയറേ ഉള്ളൂ. ഇതിന് മേലെ വെതറിയതിന് ശേഷം ഒന്ന് ഒപ്പാക്കിയതിന് ശേഷം നെയ്യ് തൂവണം. നെയ്യ് തൂവി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നെയ്യ് നമ്മൾ ചെമ്പിൻ്റെ അരികിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് അടിയിലേക്ക് ഒലിച്ചിറങ്ങും. അതേപോലെ നെയ്യ് തൂവി കൊടുക്കണം. എന്നതിന് ശേഷം ചെറിയ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആവോലി മീൻ ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കണം. മീൻ മുകളിൽ വെച്ചാലാണ് നമുക്ക് മീൻ ഉടയാതെ കിട്ടുക. മീനിൻ്റെ സ്മെല്ല് വരാനായിട്ടാണ് ഞാൻ ആദ്യം മീനിൻ്റെ ചെറിയ ചെറിയ പീസുകൾ അടിയിലിട്ടുള്ളത്. നാരങ്ങ അതുപോലെ പിഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ മേൽഭാഗം അതുപോലെ ക്ലോസ് ആക്കുക. ഇതുപോലെ ഫോയിൽ വെക്കുമ്പോൾ ആവി ഒട്ടും പുറത്തു പോകാതെ നല്ല ദമ്മായിട്ട് വരും. മൂടിയെടുത്ത് ഇതുപോലെ മൂടിയിട്ട് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്നും കൂടി ടൈറ്റാക്കിയിട്ട് മൂടി വെക്കുക. ചെറുതായിട്ട് വളരെ നേരിയ സിമ്മിൽ ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നല്ല സുഗന്ധത്തോടും ടേസ്റ്റോടും കൂടിയിട്ടുള്ള ആവോലി ഫിഷ് ബിരിയാണി റെഡി. തുറന്നു. അപ്പം നമ്മളെ ആവോലി ബിരിയാണി ഇതാ നമ്മൾ ദമ്മ് പൊട്ടിച്ചിരിക്കുകയാണ്. വാ, നമുക്ക് മീൻ ഇതിൽ നിന്ന് മാറ്റാം. മിക്സ് ചെയ്യണം. അപ്പം നമ്മളിത് സെർവ് ചെയ്യാം കേട്ടോ. കഴിക്കാനുള്ള ആൾക്കാർ ഇവിടെ റെഡിയാണ്. അപ്പം ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ കേട്ടോ. ബിസ്മില്ലാ. സൂപ്പറായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഇന്നത്തെ എൻ്റെ ഫിഷ് ബിരിയാണി കുക്കിംഗ് വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.